എല്ലാവർക്കും നമസ്കാരം. പുനർജൻ ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ബ്ലഡ് പ്രഷറിനെ പറ്റി, ആയുർവേദത്തിലുള്ള ചികിത്സകളെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം. നമ്മുടെ ശരീരത്തിന്റെ രക്തനാളങ്ങൾ വഴി സഞ്ചരിക്കുന്ന രക്തത്തിൽ ഏർപ്പെടുന്ന സമ്മർദ്ദത്തെ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നു. ഈ അധിക രക്തസമ്മർദ്ദത്തെ ഇംഗ്ലീഷിൽ BP എന്നും പറയപ്പെടുന്നു. സാധാരണയായി രക്തസമ്മർദ്ദം എന്നാൽ സിസ്റ്റാളിക് സമ്മർദ്ദം അല്ലെങ്കിൽ ഡയാസ്റ്റാലിക് സമ്മർദ്ദമെന്നുമൊക്കെ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നു. എന്നാൽ 120/80 mmGH രക്തസമ്മർദ്ദത്തിന്റെ കണക്ക് 128 സിസ്റ്റാളിക് സമ്മർദ്ദമെന്നും 80 മുതലുള്ള അളവിനെ ഡയാസ്റ്റാലിക് പ്രഷർ എന്നും പറയപ്പെടുന്നു. അതായത് 120-ന് മേൽ വന്നുകഴിഞ്ഞാൽ അത് ഉയർന്ന ബ്ലഡ് പ്രഷറാണ്. ഒരുപക്ഷെ അത് 120-ന് കീഴിലാണെങ്കിൽ സാധാരണ രീതിയിലുള്ള രക്തസമ്മർദ്ദമെന്നും കണക്കാക്കപ്പെടുന്നു. ഇനിയും ഈ അളവ് 80-ന് താഴേക്ക് വരികയാണെങ്കിൽ കുറഞ്ഞ രക്തസമ്മർദ്ദം, അതായത് ലോ BP എന്നും പറയപ്പെടുന്നു. ഈ രക്തസമ്മർദ്ദ രോഗത്തെ ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ ഹൃദയാഘാതം, തളർവാദം പോലുള്ള ജീവനെടുക്കുന്ന തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത അധികമാണ്. ചില സാഹചര്യങ്ങളിൽ ജീവന് പോലും അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഉയർന്ന രക്തസമ്മർദ്ദത്തെ സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള ഈ ടെക്നോളജി കാലത്ത് BP, ഷുഗർ, തൈറോയിഡ് പോലുള്ള രോഗങ്ങളെല്ലാം പല ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇതില് സ്റ്റെതസ്കോപ്പ്, സിഗ്നോമോമീറ്റർ, പൾസ് റേറ്റ്, ഹാർട്ട് ബീറ്റ്, ഇലക്ട്രോ കാർഡിയോഗ്രാം, ഈക്കോ കാർഡിയോഗ്രാം ഇതുപോലുള്ള ടെസ്റ്റുകൾ മൂലം രക്തസമ്മർദ്ദത്തെ കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്ത് BP പ്രശ്നത്തെ, അതിനെ ഭേദമാക്കാൻ ഡോക്ടർമാർ കഠിനമായി അധ്വാനിച്ച് വലിയ മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു. ഈ നിരയിലാണ് ഹൈപ്പർ ടെൻഷൻ ട്രീറ്റ്മെന്റ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് പോലുള്ള ഹൈ ബ്ലഡ് പ്രഷർ ഡ്രഗ്സ്, ആൻജിയോടെൻസിൻ കൺവെർട്ടിംഗ് പോലുള്ളവ ഇന്ന് നമുക്ക് ലഭ്യമാണ്. എന്നാൽ പലർക്കും ഇത് ചെലവ് താങ്ങാൻ പറ്റാത്തതായിരിക്കും. അതുകൊണ്ടാണ് പലരും ഈ രക്തസമ്മർദ്ദ പ്രശ്നത്തെ അവഗണിക്കുന്നത്. ഈ ശ്രദ്ധക്കുറവ് പോലും ഭാവി കാലത്തില് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് അധികം ചിലവില്ലാതെ കുറഞ്ഞ ചെലവിനുള്ളിൽ ഈ രക്തസമ്മർദ്ദ രോഗത്തെ കുറയ്ക്കാൻ പറ്റുമോയെന്ന് ഈ പ്രകൃതിദത്തമായ ആയുർവേദ ചികിത്സാ മൂലം കുറയ്ക്കാനുള്ള സാധ്യത അധികമാണ്. ഈ ഉയർന്ന രക്തസമ്മർദ്ദ രോഗത്തിന് ആയുർവേദത്തില് അശ്രുകവാദം എന്നും പറയപ്പെടുന്നു. ഈ പ്രശ്നത്തെ ഇത് കുറയ്ക്കാൻ ആയുർവേദത്തിൽ പല വകയായ ദൈവിക മുറകളുണ്ട്. പല വിധത്തിലുള്ള ഔഷധച്ചെടികളും ഔഷധമൂലികകളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചൂർണങ്ങൾ ലഭ്യമാണ്. ഇതില് ആദ്യം ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് അശ്വഗന്ധ ചൂർണം വളരെ നന്നായി ഉപയോഗിക്കുന്നു. ഈ അശ്വഗന്ധ ചൂർണത്തെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ആദ്യം പിന്നൊരു ഗഡു എന്ന അശ്വഗന്ധ, അതിന്റെ വേരുകൾ ചതയ്ക്കണം. പിന്നെ അർച്ചന മരത്തിന്റെ തൊലി, പട്ട, ചൂർണം, പലവിധ വിത്തുകൾ ചതച്ചെടുത്ത ചൂർണം, ഇതെല്ലാം തുല്യ അളവിൽ എടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് അരച്ച് 3 ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർക്കണം. വളരെ നേരം ഇത് കുതിർക്കാൻ വെച്ചിട്ട് അതിൽ നിന്നുള്ള കഷായം അരിച്ചെടുക്കണം. ഈ കഷായത്തെ രാവിലെയും അതേപോലെ വൈകുന്നേരങ്ങളിലും 50 മില്ലി എടുത്തു കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം നിയന്ത്രണത്തിൽ വരുമ്പോൾ പടിപടിയായി രോഗം കുറഞ്ഞു തുടങ്ങുന്നതാണ്. എന്നാൽ ഈ കഷായത്തെ എപ്പോഴും ഫ്രഷായി വേണം ഉപയോഗിക്കാൻ എന്ന കാര്യം ഓർക്കണം. അപ്പോഴാണ് നല്ല ഫലങ്ങൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുന്നത്. നിങ്ങൾ കണ്ടത് ആയുർവേദം ഉപയോഗിച്ച് എങ്ങനെ രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാമെന്നതാണ്. ഇനിയും ഇതുപോലുള്ള ആരോഗ്യകരമായ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.